ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ ചിക്കൻ പക്കോട വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 500 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചാറ്റ് മസാലയാണ്. അത് ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ചാറ്റ് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ് പൗഡറും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ക്യുമിൻ സീഡ് എന്ന് പറയുമ്പോൾ നല്ല ജീരകം എന്ന് പറയുമല്ലോ, അതാണ് കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് സോയാ സോസ് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. സവാള ഞാൻ ഒരെണ്ണം വലുതാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പച്ചമുളക് 5 എടുത്തിരിക്കുന്നത്. അത് വളരെ തിന്നായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതോടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പോട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കണം. കടലമാവാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 1/2 കപ്പ് കടലമാവ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഇത് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഒണിയൻ ചെറുതായിട്ടൊന്ന് കവർ ചെയ്ത് ഇരിക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. ഏകദേശം ഈ ഒരു കളറൊക്കെ ആവുന്നത് വരെ നമുക്കിത് മറിച്ച് തിരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി ലോ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് ഭയങ്കരമായിട്ടും ഹാർഡായിട്ട് പോവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ പീസുകൾ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നോമ്പ് സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ, ബൈ.